സോ ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ ലിക്വിഡിറ്റി അതേപോലെ FVG സ്വിംഗ് ഹൈസ് ആൻഡ് ലോസ് അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിംസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കിൽ സോൺ വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ടൈം ഫ്രെയിംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതൊക്കെയാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാം. സോ നമ്മൾ മന്ത്ലി ആയിട്ടുള്ള ടൈം ഫ്രെയിം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ വീക്ക്ലിയിൽ പോയിട്ട് എൻട്രി ഉണ്ടോ എന്ന് നോക്കും. അതേപോലെ വീക്ക്ലി ആണ് നമ്മൾ ടൈം ഫ്രെയിം ഹയർ ടൈം ഫ്രെയിം ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലിയിൽ അതിന്റെ കൺഫർമേഷൻ കാര്യം ഉണ്ടോ എന്ന് നോക്കും. അതേപോലെ ഡെയിലിയിലാണ് നമ്മൾ നമുക്ക് ചാർട്ട് നമ്മുടെ കൺഫർമേഷൻ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ അതിന്റെ എൻട്രി, അതേപോലെ 4 ഹവറിലാണെങ്കിൽ 5 മിനിറ്റിൽ. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ 15 മിനിറ്റ് ആൻഡ് 5 മിനിറ്റ് ഈ പറഞ്ഞ എൻട്രിക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നമ്മൾ ഇതൊന്നും ഹൈ ടൈം ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്യില്ല. ദെൻ 1 അവർ ആൻഡ് 30 മിനിറ്റ് നമ്മൾ 4 ഹവറിന്റെ കേസിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, അതൊക്കെ നമ്മൾ എക്സാമ്പിൾസ് കാണിച്ചു തരുമ്പോൾ പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഓവറോൾ സ്ട്രക്ചർ എന്നുള്ള ഇതിന്റെ എക്സാമ്പിൾ വെച്ച് കാണിക്കുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, സോ നമ്മൾ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം. നമ്മൾ മാർക്കറ്റിൽ വന്നിട്ട് നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിം മുതൽ അനലൈസ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ചാർട്ട് നോക്കുക. ആ ഒരു ചാർട്ടിൽ നമ്മുടെ സിനാരിയോ ഫോം ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്ട് എന്താന്ന് വെച്ചാൽ മന്ത്ലി നോക്കുക. ഓക്കെ, മന്ത്ലി നോക്കുമ്പോൾ നമുക്ക് മന്ത്ലിയിൽ വരുന്ന ഒരു സ്വിംഗ് ലോ ആൻഡ് സ്വിംഗ് ഹൈ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സ്വിംഗ് ഹൈ, മന്ത്ലി സ്വിംഗ് ഹൈ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ക്യാൻഡിൽ ഫോർമേഷൻ, നടുവിലുള്ള ക്യാൻഡിൽ കുറച്ച് ലോവസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മന്ത്ലി സ്വിംഗ് ഹൈ ആയിട്ട് എടുക്കാം. അതേപോലെ ഏറ്റവും ടോപ്പ് ആയിട്ട് വരുന്ന 3 ക്യാൻഡിൽസ് എടുക്കുമ്പോൾ ടോപ്പ് ആയിട്ട് വരുന്നതിന്റെ ഹൈ നമുക്ക് മന്ത്ലി സ്വിംഗ് ഹൈ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മന്ത്ലി സ്വിംഗ് ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്യാം. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ നമ്മൾ ചെയ്യേണ്ടത്. ദെൻ രണ്ടാമത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു സ്വിംഗ് ഹൈസ് ആൻഡ് ലോ മാർക്ക് ചെയ്യുമ്പോൾ മന്ത്ലിയിൽ നമുക്ക് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്വിംഗ് ഹൈസിന്റെ ലോസിന്റെ ഇടയിലായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെയ്യല് നമ്മളെ ഈ ഒരു മന്ത്ലി ഹൈ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പോയിന്റ് മന്ത്ലി സ്വിംഗ് ലോ ആയിരിക്കും. ഓക്കെ, ആ ലോ എടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാം. ഇതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഈ ഒരു മന്ത്ലിയിൽ സ്വിംഗ് ലോ ആൻഡ് സ്വിംഗ് ഹൈ ഫോം നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന 2 സിനാരിയോസ് ആണ്. ഓക്കെ, 2 രീതിക്കാണ് നമുക്ക് അതിൽ എൻട്രി പോസിബിലിറ്റീസ് വരിക. ഓക്കെ, ഒന്നുകിൽ അതിന്റെ ഉള്ളിലുള്ള ഒരു FVG ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വരും. ഓക്കെ, ഇങ്ങനെ മാർക്കറ്റ് വന്നിട്ട് ഈ ഒരു സ്വിംഗ് ഹൈ വരെ, മന്ത്ലിയുടെ ഈ ഒരു സ്വിംഗ് ഹൈ വരെ പോകുന്നുള്ള ഈ ഒരു എക്സ്പെക്ടേഷനും. ആൻഡ് രണ്ടാമതുള്ള ഒരു ഓപ്ഷൻ, ഇവിടെ ഒരു FVG ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിംഗ് ലോ എടുത്തിട്ട് ഇങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ക്രൈറ്റീരിയ മാത്രമാണ് നമുക്ക് ഈ ഒരു മന്ത്ലിയിലെ സ്വിംഗ് ലോ ആൻഡ് ഹൈ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, ഈ ഒരു 2 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒന്ന് അവിടെ നടന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇപ്പോ നമ്മൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലാതെ ഇതേപോലെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിംഗ് ലോ എടുക്കുമെന്ന് പറഞ്ഞല്ലോ, ഈ ഒരു സ്വിംഗ് ലോ നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞല്ലോ, ഇത് റിജക്ഷൻ ക്ലോസ് ആവല് മസ്റ്റ് ആണ്. ഓക്കെ, റിജക്ഷൻ ക്ലോസ് എന്ന് പറഞ്ഞാല് നമ്മളെ ബോഡി അതിന്റെ താഴോട്ട് പോകാൻ പാടില്ല. ഓക്കെ, ഇപ്പോ ഈ ഒരു കേസിൽ ഞാൻ എക്സാമ്പിൾസ് കാണിച്ചു തരാം റിജക്ഷൻ ക്ലോസ് അല്ലാത്തത്. ഓക്കെ, അതാ ഇതിപ്പോ റിജക്ഷൻ ക്ലോസ് ആണ്. കാരണം ഈ ബോഡി ഉണ്ടല്ലോ, ഈ ക്യാൻഡിൽസിന്റെ ബോഡി വന്നിട്ടില്ല, ജസ്റ്റ് വിക്ക് വന്നിട്ട് പോയതാണ്. ഓക്കെ, അപ്പൊ ഇത് റിജക്ട് ചെയ്ത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതാണ് റിജക്ഷൻ ക്ലോസ്. നേരെ മറിച്ച് ഇപ്പോ വേറൊരു എക്സാമ്പിൾ, ഓക്കെ, ഇവിടെ ഈ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിംഗ് ഹൈ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, ബോഡി വന്നിട്ട് ക്ലോസ് ചെയ്തില്ല, വിക്ക് മാത്രമല്ലല്ലോ പോയിട്ടുള്ളത്. ഓക്കെ, റിജക്ഷൻ ക്ലോസ് അല്ല ഇത് റെസ്പെക്ട് ചെയ്തിട്ടില്ല ഈ ഒരു സ്വിംഗ് ഹൈനെ. നേരെ മറിച്ച് കണ്ടോ, ഈ ഒരു ക്യാൻഡിലിനെ ഈ ഒരു ക്യാൻഡിൽ റിജക്ട് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തത്. ജസ്റ്റ് അതിന്റെ മേലെ പോയിട്ട് താഴെ പോയിട്ടാണ് അതിന്റെ ബോഡി ക്ലോസ് ചെയ്തത്. ജസ്റ്റ് വിക്ക് മാത്രമല്ലേ പോയിട്ടുള്ളൂ. സോ അത്തരത്തിൽ വിക്ക് മാത്രം പോയിട്ട് താഴെ ക്ലോസ് ചെയ്യുന്നതിനാണ് റിജക്ഷൻ ക്ലോസ് എന്ന് പറയാം. സോ ഇവിടെ ഈ ഒരു നമ്മൾ ബൈ സൈഡ് ആണ് നോക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും വരേണ്ടത്, ഇതേപോലെ. ഓക്കെ, ജസ്റ്റ് ഇതേപോലെ ബോഡി താഴോട്ട് വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ റിജക്ട് ചെയ്ത് ക്ലോസ് ചെയ്യണം. ഓക്കെ, വിക്ക് മാത്രമേ ഇവിടെ ഇങ്ങനെ വരാൻ പാടുള്ളൂ. ഓക്കെ, ഇതിങ്ങനെ ക്ലോസ് ആവണം, കമ്പൽസറി ആണ്. ഓക്കെ, ഓക്കെ, ആ ഒരു സിനാരിയോ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു രീതിക്ക് നോക്കുക. ഇവിടെ സപ്പോസ് ഇവിടെ ഈ ഒരു
റിജക്ഷൻ ക്ലോസ് അല്ലാതെ താഴെ ബോഡി തന്നെ ക്ലോസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മോർ കൺഫർമേഷൻസ് വേണം. ഓക്കെ, നമുക്ക് നല്ല രീതിയിലുള്ള കൺഫർമേഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഇവിടെ വരെ ഈ ഒരു മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ മന്ത്ലി ആണല്ലോ, നമുക്കിപ്പോ മന്ത്ലിയിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ഒരു മന്ത്ലിയിൽ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയി. ഓക്കെ, ഈ രണ്ട് ക്രൈറ്റീരിയ സെയിം തന്നെയാണ് കേട്ടോ. സപ്പോസ് ഇത് ഇവിടെ റിജക്ഷൻ ക്ലോസ് ആയാലും ഈ ഒരു രീതിക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വരുമ്പോഴും നേരെ മറിച്ച് ഈ ഒരു സ്വീപ്പ് വന്നിട്ട് റിജക്ഷൻ ക്ലോസ് ആയാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീക്കിലി, ഇത് മന്ത്ലി ടൈം ഫ്രെയിം ആണ്, അതിൽ വീക്കിലി പോയി നോക്കും. ഓക്കെ, ഇത് ഇവിടെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ആകുമ്പോൾ, ഓക്കെ, ഇതാണ് ആ ടാപ്പ് ആയത്. ഓക്കെ, നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിംസിൽ വന്ന് നോക്കുമ്പോൾ ഇതാണ് ആ മന്ത്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാപ്പ് ആയത് ഇവിടെ നമ്മൾ ഒന്നുകൂടി സൂം ഇൻ ചെയ്ത രീതിക്ക് കാണിച്ചു തന്നേള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മന്ത്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പൊ ഇതിൽ ഈ ഒരു മാർക്കറ്റ് വന്ന് ടാപ്പ് ആകുമ്പോൾ സെയിം സിനാരിയോ ഇവിടെ വേണം. ഓക്കെ, ഇവിടെ ഒരു സ്വിംഗ് ലോ കിട്ടി ആൻഡ് ഒരു സ്വിംഗ് ഹൈ കിട്ടി, അതിന്റെ ഇടയിലായിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഒരു വീക്കിലിയിലെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ഫോം ആയി. ഈ ഒരു വീക്കിലിയിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സെയിം സിനാരിയോ പോലെ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടാനുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ എന്തിനാണ് മെയിൻ ആയിട്ട് ഈ മന്ത്ലി മുതലേ നോക്കി തുടങ്ങുന്നതെന്ന് വെച്ചാൽ, മാർക്കറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇഷ്ടംപോലെ ഫെയർ വാല്യൂ ഗ്യാപ്സ് ആണ്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും കൺഫർമേഷൻ കിട്ടുന്ന രീതിക്കുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ് നമുക്ക് വേണം. ഓക്കെ, അപ്പോ മാർക്കറ്റ് എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്പും റെസ്പെക്ട് ചെയ്യും. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും പോസിബിലിറ്റി കൂടിയായിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ് ആണ് നമുക്ക് വേണ്ടത്. സോ അതിനാണ് നമ്മൾ ഈ മന്ത്ലി ടു മന്ത്ലി, അതായത് ഈ ഒരു മന്ത്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ് മുതൽ മന്ത്ലി സ്വിംഗ് ഹൈ വരെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു മാസം എടുക്കാം, ചിലപ്പോൾ 2 months എടുക്കാം. അങ്ങനെ നല്ല ടൈം ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രോസസ്സാണ് അത്. മന്ത്ലി ടൈം ഫ്രെയിംസ് ആണ്. അതായത് മന്ത്ലി ടൈം ഫ്രെയിംസിൽ നിങ്ങൾക്കറിയാം ഒരു ക്യാൻഡിൽ ഫോം ആവാൻ ഒരു മാസം എടുക്കും. സോ ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ ചിലപ്പോൾ മാസങ്ങളോളം എടുക്കും. സോ ആ ഒരു രീതിക്കാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഈ ഒരു രീതിക്ക് നോക്കിയാൽ നമുക്കുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഓവറോൾ സ്ട്രക്ചർ നമ്മൾ ബൈ സൈഡ് ആയിരിക്കും. ഓക്കെ, ആ ഒരു ബൈ ആണ്, അവിടെ സെല്ല് എടുക്കേണ്ട ആവശ്യമില്ല. അതിന് സെല്ല് ഓപ്പർച്യൂണിറ്റി വന്നാലും നമ്മൾ സെല്ലിനെ ഫോക്കസ് ചെയ്യേണ്ട ആ ഒരു രീതിക്കൊക്കെ നമുക്ക് എൻട്രീസ് നോക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കേസിൽ മന്ത്ലിയിൽ പറഞ്ഞു, ഓവറോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നിട്ട് ഇതുവരെ മൂവ് ചെയ്യുന്നതാണ്, ഈ ഒരു സ്വിംഗ് ഹൈ വരെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. ഈ ഒരു കൺഫർമേഷൻ കിട്ടിയാൽ കേട്ടോ. ഓക്കെ, ഈ ഒരു സാധനം കിട്ടി, വീക്കിലിയിൽ ഇത് കിട്ടി. ഓക്കെ, ഇവിടെ ഈ ഒരു മാർക്കറ്റ് മന്ത്ലിയിൽ വന്നിട്ട് വീക്കിലിയിൽ വരുമ്പോൾ സെയിം ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഈ ഒരു സ്വിംഗ് ഹൈ ആയിരിക്കണം നമ്മളെ ടാർഗറ്റ് വെക്കേണ്ടത്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ വേറെയും കാര്യങ്ങൾ സംഭവിക്കാം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ സപ്പോസ് ഈ ഒരു വീക്കിലി ഫോം ആയാലും ഈ ഒരു വീക്കിലിയുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് മുതൽ ഈ ഒരു വീക്കിലിയുടെ ഹൈ വരെ ആയിരിക്കണം നമ്മൾ ടാർഗറ്റ് വെക്കേണ്ടത്. അതായത് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം കിട്ടി കഴിയുമ്പോൾ നമ്മൾ മന്ത്ലിയുടെ എക്സ്ട്രീം ഉണ്ടല്ലോ, ഇവിടെ വരെ ടാർഗറ്റ് വെക്കാൻ പാടില്ല. കാരണം ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയി. ഇപ്പൊ സപ്പോസ് ഇനി ഇവിടെ നെക്സ്റ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിട്ടില്ല എങ്കിലും മാർക്കറ്റ് എന്ത് ചെയ്യും, മാർക്കറ്റ് ലിക്വിഡിറ്റി പോരാൻ തോന്നുമ്പോൾ ഇത് എടുക്കാൻ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ബ്രേക്ക് ഈവൻ വെച്ചവർക്ക് ബ്രേക്ക് ഈവൻ അടിക്കും, സ്റ്റോപ്പ് ലോസ് വെച്ചവർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിരിക്കും. സോ ആ ഒരു സിനാരിയോ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്, ഈ ഒരു ഫെയർ മന്ത്ലിയിലെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലിയുടെ നല്ല കൺഫർമേഷൻ കിട്ടിയിട്ട് വീക്കിലിയിൽ വന്ന് നോക്കിയിട്ട് ഈ ഒരു വീക്കിലിയിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് മുതൽ ഇവിടെ വരെ നോക്കുക. ദെൻ നമുക്ക് പിന്നെ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോ ഇങ്ങനെ മാർക്കറ്റ് കുറച്ച് മൂവ് ആയി, ഇവിടെ വേറൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയി. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഹൈ വരെ നമ്മൾ ടിപി എടുക്കുക. ഓക്കെ, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ച് വീതം നമ്മൾ ടിപി എടുത്തിട്ട് അവസാനം നമ്മൾ ഈ ഒരു മന്ത്ലിയിൽ എവിടെ എത്തുമല്ലോ, ഈ ഒരു മന്ത്ലി ഹൈ, അതുവരെ നമുക്ക് ഈ ഒരു സൈക്ലിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ആ രീതിക്കാണ് നമ്മൾ ട്രേഡ്സും കാര്യം എടുക്കുക. ഒരു 3-4 പെയർ ഫോക്കസ് ചെയ്താൽ നമുക്ക് സുഖമായിട്ട്, ഞാൻ എന്റെ പേഴ്സണലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 3-4 പെയറിൽ ഈ ഒരു മന്ത്ലി സൈക്കിള് അല്ലെങ്കിൽ വീക്ക്ലി സൈക്ലിംഗ്. ഓക്കെ, മന്ത്ലി ഓക്കെയാണ്, വീക്ക്ലി ഓക്കെയാണ്. ഇപ്പോൾ ഈ ഒരു മന്ത്ലി ടൈം ഫ്രെയിംസിൽ നമ്മൾ ഹൈസും ലോസും മാർക്ക് ചെയ്യുമല്ലോ. ഇതിപ്പോ മന്ത്ലിയിൽ ഇല്ല, മന്ത്ലിയിൽ ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്കൊരു ക്ലാരിഫൈ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നേരെ വീക്കിലിയിൽ പോവാം. വീക്കിലിയിൽ പോയിട്ട് നമ്മൾ ഈ സെയിം ഫോർമേഷൻ നടത്തിയതിനു ശേഷം അതിന്റെ വീക്കിലി ആണ് ഹൈ ടൈം ഫ്രെയിം എന്നുണ്ടെങ്കിൽ ഇവിടെ ഏതായിരിക്കും നമ്മൾ ടൈം ഫ്രെയിം എടുക്കുക, ഇവിടെ മന്ത്ലി ആയതുകൊണ്ട് ഇവിടെ വീക്കിലി എടുത്തില്ലേ. സോ ഇവിടെ വീക്കിലി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡെയിലി എടുക്കും. സോ വീക്കിലിയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്നിട്ട് ഡെയിലിയിൽ പോകുമ്പോൾ അഗൈൻ ഇതേപോലെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ലോ ടൈം ഫ്രെയിമിൽ അതിലുണ്ടാക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഡെയിലിയുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് മുതൽ ഈ ഒരു ഡെയിലിയുടെ ഹൈ വരെ നമ്മൾ ടിപി എടുക്കും. അങ്ങനെ ഈ ഒരു സർക്കിൾ അങ്ങനെ പോയി നമ്മുടെ വീക്കിലിയുടെ ഹൈ ഉണ്ടല്ലോ,
ഓക്കെ, ഇതുവരെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് മാക്സിമം ടാർഗറ്റ് ആക്കി എടുക്കാം. ഈ ഒരു സൈക്ലിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനിയിപ്പോ സപ്പോസ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്ന് എൻട്രി എടുക്കലും ലോ പ്രോബബിലിറ്റി ആണ്. കാരണം എന്താണ്, നമ്മൾ വീക്ക്ലി ടു വീക്ക്ലി സൈക്ലിംഗ് അല്ലെങ്കിൽ മന്ത്ലി ടു മന്ത്ലി ഹയർ ടൈം ഫ്രെയിം സൈക്കിൾ ഓൾറെഡി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഈ ഒരു ലോ ടൈം ഫ്രെയിമിലുള്ള ഒരു എൻട്രിക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, അപ്പൊ ഇതും മെയിൻ ചിലപ്പോ ഇങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്നില്ല. ഇതിപ്പോ ഇങ്ങനെ ഫെയിൽ ആയിട്ട് പിന്നെ ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് കണ്ടിന്യൂ ആവുകയും ചെയ്യാം. ഓക്കെ, സോ ആ ഒരു രീതിക്ക് വരാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോ ഈ ഒരു രീതിക്ക് ഇതായിരിക്കണം നമ്മുടെ എക്സ്ട്രീം. നമ്മൾ ഓരോ ലോ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കുമ്പോൾ ഇതും അത്യാവശ്യം നല്ല രീതിയിലുള്ള എൻട്രീസ് ആയിരിക്കും, നല്ല രീതിയിൽ RR വരുന്നത്. കാരണം വീക്കിലി അല്ലെങ്കിൽ ഡെയിലിയുടെ ഹൈ മുതൽ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് മുതൽ ഡെയിലിയുടെ സ്വിംഗ് ഹൈ വരെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഏരിയാസ് RR കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, സോ എൻട്രി എങ്ങനെയാണ് പ്ലേസ് ചെയ്യല്, എൻട്രി എങ്ങനെയാണ് ക്രൈറ്റീരിയ ആക്കുക, നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു ടൈം ഫ്രെയിംസ് തമ്മിലുള്ള ഒരു കോറിലേഷൻസ് മനസ്സിലാക്കാനാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പൊ മന്ത്ലി ആണ് ഈ ഒരു മെയിൻ ടൈം ഫ്രെയിം എന്നുള്ളതുകൊണ്ടാണ് നമ്മളത് എടുത്തത്. ഓക്കെ, ഇപ്പോ ഇത് വീക്ക്ലി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഡെയിലി ആണ് നോക്കുക. അതേപോലെ ഇത് ഡെയിലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്നോ, ഇതിൽ 4 ഹവറിൽ നോക്കാം. 4 ഹവറിൽ നോക്കി ഈ സെയിം സീൻ, അതായത് തൊട്ട് താഴെയുള്ള ടൈം ഫ്രെയിം നോക്കുക. ഇതിപ്പോ സപ്പോസ് ഡെയിലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്ലിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലിയിൽ എൻട്രി എടുക്കാം. പക്ഷെ അത് നമ്മളൊന്നും സ്വിംഗ് എൻട്രീസ് എന്ന് പറയും, അതായത് ദിവസങ്ങളോളം ചിലപ്പോൾ മാസങ്ങളോളം ഒക്കെ നീണ്ടു നിൽക്കുന്ന എൻട്രീസ് ആണ്. അപ്പൊ അതിൽ ഫോക്കസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് കൺഫർമേഷൻ മാത്രമേ യൂസ് ചെയ്യും. മന്ത്ലി വീക്കിലി ഡെയിലി കാര്യങ്ങളൊക്കെ എൻട്രി ഒന്നും ഒരിക്കലും എടുക്കൂല. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി 2 ഓപ്ഷൻസ് ഉണ്ട്. ഡെയിലിയിലാണ്, ഇത് ഡെയിലി ടൈം ഫ്രെയിമിലാണ് നമുക്ക് ഈ മന്ത് ഡെയിലി സ്വിംഗ് ലോ ആൻഡ് ഡെയിലി സ്വിംഗ് ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഡെയിലിയുടെ ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വരുമ്പോൾ നമ്മൾ ഇവിടെ ഏതാണ് നോക്കല്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 ഹവറിൽ ഈ ഒരു സെയിം ഫോർമേഷൻ വന്നിട്ട് ഇവിടെ 4 ഹവറിൽ വരുമല്ലേ. 4 ഹവർ, ഇതിപ്പോ 4 ഹവറിലാണ്, ഇതിപ്പോ 4 ഹവർ ടൈം ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ അതിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതേപോലെ ഫോം ആയാൽ നമുക്ക് എന്ത് ചെയ്യാം, 5 മിനിറ്റിൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. ഞാൻ എന്റെ പേഴ്സണലി എന്റെ ഫേവറേറ്റ് എൻട്രി സെറ്റപ്പ് അതാണ്. അതായത് ഡെയിലി ടു ഡെയിലി നമ്മൾ വീക്കിലൊക്കെ അനലൈസ് ചെയ്ത് വന്നിട്ട് അതിന്റെ ഏറ്റവും ലോസ്റ്റ് ആയിട്ട് നമുക്കൊരു ഡെയിലിയിൽ ഇതേപോലെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയാൽ ഡെയിലിയുടെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മുതൽ ഈ ഒരു സ്വിംഗ് ഹൈ വരെ, ഓക്കെ, ഡെയിലിയുടെ ഒരു സ്വിംഗ് ഹൈ വരെ നമ്മൾ എൻട്രി നോക്കും. അത് എന്റെ ഫേവറേറ്റ് സെറ്റപ്പ്. നമുക്ക് ഇന്റർഡേ ട്രേഡ്സ് ഒക്കെ എടുക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ് അത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഡെയിലിയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് ടാപ്പ് ആയാൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് നമുക്ക് 2 രീതിക്ക് എടുക്കാം. ഒന്ന് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതൊരു 4 ഹവറിന്റെ ടൈം ഫ്രെയിം, ഇത് ഡെയിലി, ഇത് 4 ഹവർ ആണെന്നുണ്ടെങ്കിൽ ഇത് ലോ, ഡെയിലിയുടെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് മാർക്കറ്റ് തട്ടി, ഇത് ഡെയിലിയിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്ന് ജസ്റ്റ് ഒന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് ഡെയിലിയുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് അവിടെ മാർക്കറ്റ് വന്നിട്ട് ഇത് ഇങ്ങനെ പോയിട്ട് സ്വിംഗ് ഹൈ ക്രിയേറ്റ് ആക്കി ഇതിന്റെ ഉള്ളിലായിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. നമ്മുടെ ഒരു ടൈം ഫ്രെയിം ഏതാന്ന് ഓർക്കണം, 4 ഹവർ ആണ്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയ ഈ ഒരു 4 ഹവറിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 5 മിനിറ്റിൽ എൻട്രി നോക്കും. ഈ ഒരു 5 മിനിറ്റുള്ള എൻട്രി നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം നമ്മൾ TP ഇതായിരിക്കണം. ഓക്കെ, ഇതുവരെ ആയിരിക്കണം നമ്മുടെ ഒരു 5 മിനിറ്റിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള TP വരെ. നമ്മൾ ഒരിക്കലും ഇത് ടാർഗറ്റ് വെക്കാൻ പാടില്ല. കാരണം നമുക്കറിയാം ഇതുവരെ മാർക്കറ്റ് ഇതുവരെ പോകും, പക്ഷെ അതിന്റെ ഉള്ളിൽ പല ലിക്വിഡിറ്റീസും ഫോം ആവാം ഫ്യൂച്ചറിൽ. സോ ന്യൂസ് ഒക്കെ വന്നാൽ ചിലപ്പോൾ നമ്മുടെ ഫുൾ വാഷ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ മാക്സിമം TP ഇത് എടുക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഈ ഒരു രീതിക്ക് ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് നെക്സ്റ്റ് TP വെക്കും. ഇവിടെ ഈ ഒരു സൈക്ലിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അഗൈൻ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയി. ദെൻ നമ്മൾ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, കൺഫർമേഷൻ 5 മിനിറ്റിൽ എടുത്ത് 5 മിനിറ്റിൽ കൺഫർമേഷൻ എടുത്തതിന് ശേഷം ഇതുവരെ ഇതായിരിക്കും നമ്മുടെ TP. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ട് ഇതുവരെയായിരിക്കും നമ്മുടെ മാക്സിമം TP. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ് ഈ സൈക്ലിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇവിടെ നമുക്കൊരു വേറെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയാൽ നമ്മൾ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്, നമുക്ക് കൂടുതൽ കൺഫർമേഷൻ വേണം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഡെയിലിയിലുള്ള മറ്റൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് എടുക്കാം. അതായത് ഇതിപ്പോ ഡെയിലി ടൈം ഫ്രെയിം ആണെന്ന് നമ്മൾ 4 ഹവറിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോ ഇത് 4 ഹവറിന്റെ കാര്യമില്ലാതെ നമുക്ക് വേറൊരു ടൈം ഫ്രെയിം, വേറൊരു രീതിക്ക് നമുക്ക് എൻട്രി എടുക്കാം. നമുക്ക് 50 മിനിറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു എൻട്രി ക്രൈറ്റീരിയ ഉണ്ട്. എൻട്രി ക്രൈറ്റീരിയ ഇപ്പൊ പറഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷൻ ആവും. നമുക്ക് 50 മിനിറ്റിൽ ഡയറക്റ്റ് എൻട്രി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് നോക്കി വെക്കാം, നമുക്ക് പറയാം. ഓക്കെ, 50 മിനിറ്റിൽ നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ 4 ഹവറിൽ 5 മിനിറ്റിൽ പോയി എടുക്കാന്ന് പറഞ്ഞില്ല, അതേപോലെ നമുക്ക് ഡെയിലി 50 മിനിറ്റിൽ എടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് അത് പറയാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു സൈക്ലിംഗ് പ്രോസസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം വളരെ ഇത് മനസ്സിലായിട്ട് ഇതാണ് ബേസ്. കാരണം നമുക്ക് ആ ഒരു ടൈം ഫ്രെയിംസും കാര്യം മാർക്കറ്റ് എവിടുന്ന് എവിടേക്കാണ് മൂവ് ചെയ്യണം എന്നുള്ളതിന്റെ ആ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. സോ ഈ ഒരു വീഡിയോയില്
കുറെ ഡൗട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ടൈം ഫ്രെയിമിന്റെ ആ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കുക എന്നുള്ളത് കുറച്ചുകൂടി ഹാർഡസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ്. നമ്മുടെ എൻട്രി ക്രൈറ്റീരിയ മറ്റു കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. ഈ ഒരു പാർട്ടിലാണ് നമുക്ക് കൂടുതൽ പേർക്കും ഫെയിൽ ആവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫെയിൽ ആയാൽ പിന്നെന്താ, നമുക്ക് ഓവറോൾ എല്ലാം ഫെയിൽ ആകും. കാരണം നമ്മൾ നോക്കുന്ന ഡയറക്ഷൻ തെറ്റിപ്പോയി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ, ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും അല്ലേ. സോ ആ ഒരു രീതിക്ക് നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, .fx ഓക്കെ, നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പോവാം. സോ നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ പഠിച്ച ഇപ്പോ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് മാർക്കറ്റിൽ ഒന്ന് അപ്ലൈ ചെയ്ത് എക്സാമ്പിൾസ് കാണിച്ചു തരാം. സോ ഇവിടെ മുതൽ നമ്മൾ അനലൈസ് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്വിംഗ് ലോ, മന്ത്ലിയുടെ സ്വിംഗ് ലോ ആക്കി എടുത്തു. ദെൻ നിയറസ്റ്റ് ആയിട്ട് വരുന്ന സ്വിംഗ് ഹൈ ഏതാണ്, ഇത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ രണ്ട് ക്രൈറ്റീരിയസ് ഏതാണ്, ഒന്നെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് തട്ടിയിട്ട് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഒന്നാമത്തെ എക്സ്പെക്ടേഷൻ. ബട്ട് അത് ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ ഈ ഒരു മാർക്കറ്റ് ബോഡി ക്ലോസ് വന്നല്ലോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആക്കൽ എങ്ങനെയായിരിക്കും, ഈ ഒരു ബോഡി ക്ലോസ് വന്നില്ല, ഈ ഒരു ബോക്സ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് വരച്ചിട്ടുള്ള ഈ ഒരു ബോക്സിന്റെ താഴെയായിട്ട് ഇതേപോലെ ബോഡി ക്ലോസ് വന്നാൽ പിന്നെ എന്താ ചെയ്യുക, ഇവിടുന്ന് നേരെ കയറി പോലും പോസിബിലിറ്റി കുറവാണ്. ഈ ബോഡി ക്ലോസ് വന്നാൽ എങ്ങനെയായാലും നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഫെയിൽ ആക്കിയല്ലോ, ഈ ഒരു ലിക്വിഡിറ്റി റെസ്പെക്ട് കിട്ടിയിട്ടില്ല. സോ ഈ മാർക്കറ്റ് എന്താ ചെയ്യുക, നെക്സ്റ്റ് ലിക്വിഡിറ്റി ആയിട്ടുള്ള സ്വിംഗ് ലോ, അപ്പൊ ഈ ഒരു സ്വിംഗ് ലോ എടുത്തു. ഓക്കെ, റിജക്ഷൻ ക്ലോസ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മാക്സിമം ടി പി ഏതായിരിക്കും, ഇതുവരെ മാർക്കറ്റ് ഇതുവരെ പോകുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. ഓക്കെ, അതിൽ പോയിട്ടുണ്ടല്ലോ, അതുവരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. മന്ത്ലിയുടെ സ്വിംഗ് ഹൈ വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലായിട്ട് നമുക്ക് വേറെ എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ മന്ത്ലി തന്നെ കിട്ടും. ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ മന്ത്ലിയിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്യാൻഡലിന്റെ ഹൈയും ഈ ഒരു ക്യാൻഡലിന്റെ ലോയും തമ്മിൽ അലൈൻ ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് മന്ത്ലി ക്യാൻഡിൽ വന്നിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തട്ടിയിട്ട് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, സോ ഈ ഒരു എൻട്രി എടുക്കുമ്പോൾ നമ്മളെ ടി പി എവിടെ ആയിരിക്കണം വെക്കേണ്ടത്, ഇത് വെക്കരുത്. ഓക്കെ, ഈ ഒരു മന്ത്ലി ബേസിൽ നമ്മൾ ടി പി ഏതായിരിക്കണം, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ എങ്ങനെയാണ് ഫോം ആയത്, ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ മാർക്കറ്റ് പോയിട്ട് തിരിച്ച് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ടി പി ഇത് വെക്കരുത് ഒരിക്കലും. നമ്മുടെ ഈ ഒരു മന്ത്ലി സൈക്ലിങ്ങിന്റെ ടി പി എവിടെ ആയിരിക്കണം, ഈ ഒരു ഹൈ. ഓക്കെ, ഈ ഒരു ഹൈ ആയിരിക്കണം നമ്മുടെ ടി പി. ഇത് ഇവിടെ ചിലപ്പോൾ നേരെ പോവും, കാരണം നമുക്ക് വേറെ കൺഫർമേഷൻ ലോ ടൈം ഫ്രെയിം കിട്ടിയാൽ, ലോ ടൈം ഫ്രെയിം നമുക്ക് വേറെ എൻട്രി കിട്ടും, നമുക്ക് ഇവിടെ വരെ പോകാനുള്ള. ഓക്കെ, സോ ആ രീതിക്ക് കിട്ടിയാൽ മാത്രം ഇതിന് ശേഷം നമ്മൾ എക്സ്ട്രീം വരെ ടി പി വെക്കുക. ഇപ്പൊ ഇത് മാത്രം ഫോക്കസ് ചെയ്യുക, നമ്മൾ റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ചാർട്ട് കുറച്ച് ബാക്ക് ടെസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്വിംഗ് ഹൈ വരെ മാത്രം ടാർഗറ്റ് എടുത്താൽ മതി എന്ന് പറയുന്നതിന്റെ റീസൺ. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോ ഇവിടെ നോക്കാം, നമ്മൾ പറഞ്ഞ ഈ ഒരു മന്ത്ലി സൈക്ലിംഗ് ഇവിടെ നടന്നു കഴിഞ്ഞു. ദെൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റിയാക്ഷൻ തന്നിട്ട് പോയി. ഓക്കെ, ദെൻ ഇവിടെ നോക്കുമ്പോൾ ഇനി ഇപ്പൊ മാർക്കറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്വിംഗ് ലോ എന്ന് വിചാരിക്കുക, ആൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്വിംഗ് ഹൈ. ഓക്കെ, ഈ ഒരു സ്വിംഗ് ലോയും സ്വിംഗ് ഹൈയും മാർക്ക് ചെയ്താൽ ഇതിന്റെ ഉള്ളിൽ വേറെ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒന്നും ഫോം ആയിട്ടില്ല. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഫെയർ വാല്യൂ ഗ്യാപ്സ് ഇല്ല. അപ്പൊ മാർക്കറ്റ് എന്താ ചെയ്യാം, ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലോ, സ്വിംഗ് ലോ ആയിരിക്കും മാർക്കറ്റിന്റെ ലിക്വിഡിറ്റി പോയിന്റ്. സോ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ആ ഒരു ലിക്വിഡിറ്റി പോയിന്റ് എടുക്കുന്നു, മാർക്കറ്റ് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മുടെ എക്സ്ട്രീം ഡി പി ഇതുവരെ ആയിരിക്കും. ഓക്കെ, ഈ ഒരു എക്സ്പെക്ടേഷൻ ആണ്. അപ്പൊ നമ്മൾ USD JPY എന്നുള്ള ഈ ഒരു പെയറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട എന്താണ്, നെക്സ്റ്റ് കുറച്ച് മന്ത്സിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്, ഈ ഒരു സ്വിംഗ് ലോ എടുത്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ പോയി ഇതുവരെ എത്തുന്നുള്ള രീതിക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ വേറെ നമ്മൾ ഈ ഒരു മന്ത്ലി വേറൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് ക്യാൻഡിൽ, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ തട്ടി ദെൻ അത് അവിടുന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തട്ടിയിട്ട് അവിടുന്ന് കണ്ടിന്യൂ ചെയ്താണ്. അപ്പൊ ഇവിടെ മന്ത്ലിയുടെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീക്കിലിയിൽ പോയി നോക്കുക, അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് വീക്കിലി പോയി നോക്കുക. ഓക്കെ, ഇതാണ് ആ ഒരു വീക്കിലി. സോ ഇവിടെ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല, ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിട്ടില്ലല്ലോ. ബട്ട് 2 വീക്സ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഇത് വീക്കിലിയുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. അഗൈൻ
നെക്സ്റ്റ് ഒരു വീക്ക് കഴിഞ്ഞപ്പോൾ നമുക്ക് വേറൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഫോം ആയി. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയപ്പോൾ നമുക്ക് ഇവിടെ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നുകിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തട്ടിയിട്ട് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ മാർക്കറ്റ് താഴത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നിട്ട് കണ്ടിന്യൂ ചെയ്യും. ഈ ഒരു 2 സിനാരിയോ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഫസ്റ്റിലുള്ള ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് ടാപ്പായി, മാർക്കറ്റ് ഹൈ എടുത്തു. അതായത് മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിരുപ്പോ അതിലോട്ട് ഇതാ ഈ ഒരു ബിയറിഷ് ക്യാൻഡിൽ വന്ന ടാപ്പ് ആയി ഇതിന്റെ ഈ ഒരു ഹൈ വരെ ആയിരിക്കുമല്ലോ നമ്മളെ ടാർഗറ്റ്. ആ ടാർഗറ്റ് ഇപ്പൊ അടിച്ചിട്ടുണ്ട്. ഈ ഒരു എൻട്രി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ASH ഓക്കെ. സോ ഇതായിരിക്കും നമ്മുടെ ആ ഒരു ടാർഗറ്റ്. ഇത് നമ്മൾ ടാർഗറ്റ് ഹിറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, എക്സ്ട്രീമിലുള്ള ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇവിടെ വരാതെ ഈ ഒരു ഡയറക്ഷനിൽ തന്നെ നേരെ കണ്ടിന്യൂ ചെയ്തിട്ട് ഈ ഒരു നമ്മളൊരു പറഞ്ഞിട്ടുണ്ടായിരുന്ന മന്ത്ലിയുടെ എക്സ്ട്രീം ആയിട്ടുള്ള പോയിന്റ് ഉണ്ടല്ലോ. ഓക്കെ, നമ്മൾ മന്ത്ലിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു പോയിന്റ് ഇതുവരെ ഇവിടുന്ന് നേരെ കണ്ടിന്യൂ ചെയ്യാം. സോ അവിടെ നിന്നൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടിയതിന് മാത്രം എടുക്കുക. സോ ഈ ഒരു വീക്കിലിയിൽ ഇപ്പൊ നമ്മൾ എൻട്രി എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കാണിച്ചു തരാം. സോ വൺസ് മാർക്കറ്റ് നമ്മുടെ ഒരു വീക്കിലിയിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വീക്കിലിയിലാണെങ്കിൽ നമ്മുടെ ഹൈ ടൈം ഫ്രെയിം എന്നുള്ളത് നമ്മൾ ഡെയിലിയിൽ പോയി നോക്കും. അപ്പോൾ ഡെയിലിയിൽ സ്വിച്ച് ചെയ്തിട്ട് നമ്മുടെ എക്സ്ട്രീം TP വരെ ആദ്യം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം നമ്മൾ ഓൾറെഡി. ഓക്കെ, ഈ ഒരു വീക്കിലി ഇവിടെ മാർക്കറ്റ് ഇവിടെയാണ് ഇപ്പൊ ടാപ്പ് ആയത് വീക്കിലി. അപ്പോൾ നമ്മുടെ എക്സ്ട്രീം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഇവിടെ വരെയാണ്, ഇതുവരെയാണ്. മാർക്കറ്റ് ഇതുവരെ പോകുന്നതാണ് നമ്മുടെ എക്സ്ട്രീം ആയിട്ടുള്ള TP നമ്മൾ വെക്കുക. സോ വീക്കിലി ഡെയിലിക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കാണാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 4 അവറിലോട്ട് സ്വിച്ച് ചെയ്യും. സോ നമ്മൾ 4 അവറിൽ സ്വിച്ച് ചെയ്യുമ്പോൾ ഇതാണ് വന്ന് ടാപ്പ് ആയത് വീക്കിലിയിൽ. കണ്ടു, ഈ ഒരു ഏരിയയിൽ വന്ന് ടാപ്പ് ആയി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ സ്വിംഗ് ലോ വന്ന് ടാപ്പ് ആയതിനു ശേഷമുള്ള സ്വിംഗ് ലോ മാർക്ക് ചെയ്തു. സ്വിംഗ് ഹൈ ഇവിടെ ഉണ്ട് ആൻഡ് ഇവിടെ വേറെ സ്വിംഗ് ലോ ഇല്ലാത്തതുകൊണ്ട് വേറൊരു 2 സ്വിംഗ് ഹൈ നിയറസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വേറൊരു സ്വിംഗ് ലോ ഉണ്ടാക്കാതെയാണ് ഈ ഒരു നെക്സ്റ്റ് സ്വിംഗ് ഹൈ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇതായി ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്വിംഗ് ഹൈ നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, ഈ ഒരു സ്വിംഗ് ഹൈ, അപ്പൊ സ്വിംഗ് ലോ സ്വിംഗ് ഹൈ ഇതിന്റെ ഇടയിലുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിന്ന് റിയാക്ഷൻ കിട്ടുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ കണ്ടില്ലേ ഈ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ 4 അവറിന്റെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വരുമ്പോൾ നമ്മുടെ എക്സ്ട്രീം TP എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ ഒരു ലെവൽ വരെയാണ് നമ്മൾ പോവാ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും മാർക്കറ്റ് എന്തത് ചെയ്തത്. നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് എടുത്ത എൻട്രി ഇവിടെ വരെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി SL അടിച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനൊക്കെ റെസ്പെക്ട് ചെയ്യാതെ മാർക്കറ്റ് എന്ത് ചെയ്തു, എക്സ്ട്രീം ആയിട്ടുള്ള ഈ ഒരു സ്വിംഗ് ലോ എടുത്തിട്ട് റിജക്ട് ചെയ്തു. ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു സ്വിംഗ് ലോ ഉണ്ടല്ലോ. ഓക്കെ, ഈ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള സ്വിംഗ് ലോ ഫുള്ള് കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല ലിക്വിഡിറ്റി വേണം. ഓക്കെ, ഇത്രയും ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് ന്യൂസ് ക്യാൻഡിലാണ് ഓഫ്കോഴ്സ്. അതുകൊണ്ടാണ് ഈ ഒരു ന്യൂസ് ക്യാൻഡിലിന്റെയും പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോ വീക്കിലിയിൽ പറഞ്ഞല്ലോ, വീക്കിലിയിൽ ഇപ്പോ 2 ക്യാൻഡിൽസ് വന്നെന്ന് പറഞ്ഞല്ലോ, 2 ഫെയർ വാല്യൂ ഗ്യാപ്സ്. മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് വോളിയം അതേപോലെ മാർക്കറ്റിന് മൂവ് വേണം. അപ്പൊ ന്യൂസ് ഒക്കെ നല്ല ഹൈ ന്യൂസ് NFP അതേപോലെ ഫോംസി പോലുള്ള വലിയ വലിയ ന്യൂസ് ഉണ്ട്. ആ ന്യൂസ് ഒക്കെ വരുമ്പോൾ മാത്രമേ അധികം ഇത്രയും ട്രാവൽ ചെയ്തിട്ട് എക്സ്ട്രീമിലുള്ള ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ളൂ. സോ വീക്കിലി ടൈം ഫ്രെയിംസ് കേട്ടോ, വീക്കിലി മന്ത്ലി എന്നുള്ള രീതിക്കൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ 4 അവറിന്റെ കേസിൽ ഈ ഒരു ന്യൂസ് ചെറിയൊരു ന്യൂസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഈ ഒരു ലിക്വിഡിറ്റി ഫുൾ കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് അതേ പുഷിൽ ഇത്രയും ലിക്വിഡിറ്റി കളക്ട് ചെയ്ത മാർക്കറ്റിന്റെ കയ്യിൽ നല്ല രീതിക്കുള്ള ഫ്യൂലും കാര്യം ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്നുള്ള ക്വിക്ക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എക്സ്ട്രീമൊക്കെ പോയത്. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് ഇവിടുന്ന് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ TP ഏതായിരിക്കും, ഇത് ഈ ഒരു ഹൈ വരെ മാത്രം നമ്മൾ TP എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഈ ഒരു മൂവ് ഉണ്ടല്ലോ, ഈ ഒരു മൂവ് മാത്രം നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇതിനുള്ള റീസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നമ്മളിപ്പോ ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് അല്ല നമ്മൾ ഇവിടെ വരെ വെച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു നമ്മളെ എൻട്രി ഇങ്ങനെ ഒന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇങ്ങനെ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ എന്ത് സംഭവിക്കാം, നമ്മൾ ഇത്രയും ദിവസം ഹോൾഡ് ചെയ്തൊക്കെ വെറുതെ ആയിട്ട് ഒരു ന്യൂ സ്കാനിൽ വന്നിട്ട് നമ്മൾ SL എടുക്കും, ദെൻ കണ്ടിന്യൂ ചെയ്ത് TP എടുക്കും. സോ അതൊക്കെ നമ്മൾ ഇമോഷൻസിനെ
ഭയങ്കര ഡാമേജ്ഡ് ആക്കും. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതാക്കാനാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ എൻട്രി എടുക്കുമ്പോൾ ഈ ഒരു 4 അവറിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്ന് കൺഫർമേഷൻ കിട്ടിയിട്ട് 5 മിനിറ്റിൽ കൺഫർമേഷൻ കിട്ടിയിട്ട് നമ്മൾ എൻട്രി എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെയുണ്ട്. നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആകുമ്പോൾ നേരിട്ട് പോയി എൻട്രി എടുക്കൂല. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് 4 അവറിൽ ഫോം ആയി നമ്മൾ ആ ഒരു കൺഫർമേഷൻ 5 മിനിറ്റിൽ കിട്ടി നമ്മുടെ എക്സ്ട്രീം ടി പി ഇവിടെ ആയിരിക്കണം. ഓക്കെ, അതിലൊരു മാറ്റമില്ല. ഇതായിരിക്കണം നമ്മുടെ എക്സ്ട്രീം ടി പി. ദെൻ നമുക്ക് വേറെ നെക്സ്റ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിട്ടാണ് നമുക്ക് എൻട്രി കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എടുക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു സൈക്ലിംഗ് പ്രോസസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മുടെ മാർക്കറ്റ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീക്ക്ലിയുടെ വന്ന് ടാപ്പായി വീക്ക്ലി മുതൽ ഈ ഒരു ഇവിടെ വരെയുള്ള ഒരു വീക്ക്ലിയുടെ ഹൈ വരെ നമ്മൾ മാർക്കറ്റ് പോകുമെന്ന് പറഞ്ഞാൽ അത് പോകും. പക്ഷെ അതിന്റെ ഉള്ളിൽ നമ്മൾ ലോ ടൈം ഫ്രെയിംസിൽ പോകുമ്പോൾ നിറയെ ലിക്വിഡിറ്റി പോയിന്റ്സ് ഇപ്പൊ ഇതേപോലെ കാണാൻ സാധിക്കും. സോ ഒരേ ഒറ്റ ട്രേഡിൽ ഇവിടുന്ന് ഇവിടെ വരെ എടുക്കാന്നുള്ളത് പോവാം, ഡയറക്റ്റ് അതേപോലെ ഒറ്റ സ്ട്രെച്ചിൽ ഇവിടെ വരെ എത്തുന്ന ട്രേഡ്സും ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ എടുക്കാൻ പാടില്ല. നമുക്ക് ഇമോഷൻസ്, നമ്മുടെ റിസ്ക് മാനേജ്മെന്റ് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. സോ അതൊക്കെ മാനേജ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഈ ഒരു സ്വിംഗ് ഹൈ ചെയ്ത് വീണ്ടും പറയാം. നമ്മൾ മിസ്റ്റേക്സ് എന്നാണ് പഠിക്കുക. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ വന്ന കുറെ മിസ്റ്റേക്സ് തിരുത്തിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിംഗ് ഹൈ വരെ മാത്രമേ ഫോക്കസ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഞാൻ വീണ്ടും പറയണം. സോ അപ്പോ ഈ ഒരു നമ്മളെ ടൈം ഫ്രെയിംസ് മാർക്ക് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ ഇന്ന് നമ്മൾ എടുത്തത്. സോ മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ ട്രെൻഡ് കൺഫേം ചെയ്യുക, അതേപോലെ ഡയറക്ഷൻ നോക്കുക, എവിടുന്ന് എവിടെ വരാണ് എൻട്രി എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട ഐഡിയ നമുക്ക് പറയலாம். ഓക്കെ, 15fx.fx. സോ നമ്മുടെ ടൈം ഫ്രെയിംസിന്റെ അലൈൻമെന്റ്സ്, അതായത് ഹൈ ടൈം ഫ്രെയിംസ് ഏതാണ്, ലോ ടൈം ഫ്രെയിംസ് ഏതാണ് നോക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ പറയും. ബ്രേക്ക് ഡൗൺ വീഡിയോസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡ്സിന്റെയും ജസ്റ്റ് വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, ടെലിഗ്രാംസിലോ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിലായിട്ട് നമ്മൾ അയച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് ആവും. ഓരോ ട്രേഡ് എങ്ങനെയാണ് ഇവിടെ പ്ലേസ് ആയതെന്നും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഒന്നും കൂടി എല്ലാം നമ്മൾ ഈ ഒരു പിക്ചർ, വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു പറഞ്ഞു തരുന്ന രീതിക്ക് മാത്രമായിരിക്കില്ല ഓൾവേസ് മാർക്കറ്റ് ചെയ്യുന്നത്. ചെറിയ മാനിപ്പുലേഷൻസ് മാർക്കറ്റ് ചെയ്യും. സോ അതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണം, നല്ല രീതിക്ക് മാർക്കറ്റിൽ ഇരുന്നിട്ടുള്ള പ്രാക്ടീസ് തന്നെ വേണം. ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാർക്കറ്റിൽ വരുന്നുണ്ടോ, കാണുന്നുണ്ടോ എന്ന് ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 1 hour എങ്കിലും നിങ്ങൾ മാർക്കറ്റിൽ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഈ ഒരു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സൈക്ലിംഗ്, ഈ ഒരു മന്ത്ലി ടു മന്ത്ലി നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിന്റെ ബേസ്ഡ് ആയിരിക്കും നമ്മുടെ എൻട്രീസിന്റെ ക്വാളിറ്റി. ഓക്കെ, നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ സെൽ സൈഡ് നോക്കി തുടങ്ങുന്നത്. ഇപ്പൊ ഈ ഒരു നമുക്ക് മന്ത്ലി ഇപ്പോ ശരിക്കും ആക്ച്വലി ബൈ സൈഡ് ആണ്, പക്ഷെ നിങ്ങളെ വ്യൂ പ്രകാരം നിങ്ങൾക്ക് സെൽ സൈഡ് ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ കുറെ സ്റ്റോപ്പ് ലോസ് വരാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു കാര്യങ്ങൾ നല്ല രീതിക്ക് മന്ത്ലി ഫോക്കസ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു സ്വിംഗ് ലോ സ്വിംഗ് ഹൈ മാർക്ക് ചെയ്യുക, അതിനുള്ളിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത്ലി ഈ ഒരു പ്രോസസ് നടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിന്റെ താഴെ വന്നിട്ട് റിജക്ഷൻ ക്ലോസ് വന്നിട്ട് നമുക്ക് എന്ത് വേണം, റിജക്ഷൻ ക്ലോസ് വന്നാൽ മാത്രം പോരാ. ഈ ഒരു രീതിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോ മന്ത്ലി ടൈം ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വീക്ക്ലിയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളിൽ ഫോം ആണോ, എന്നിട്ട് വീക്ക്ലിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് മുതൽ വീക്ക്ലിന്റെ ആ ഒരു സ്വിംഗ് ഹൈ വരെ മാത്രം നമ്മൾ എടുക്കുക. നെക്സ്റ്റ് അഗൈൻ വീക്ക്ലി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയി, അതിലോട്ട് പിന്നെയും വന്നിട്ട് അതിന്റെ സ്വിംഗ് ഹൈ, പിന്നെയും ഫെയർ വാല്യൂ ഗ്യാപ്പ്, പിന്നെ സ്വിംഗ് ഹൈ. ഇനിയിപ്പോ സപ്പോസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വിംഗ് ലോ ഉണ്ടല്ലോ ആ വീക്കിലിന്റെ, അത് എടുത്തിട്ട് ആ ഒരു സ്വിംഗ് ഹൈ വരെ അഗൈൻ ആ ഒരു സൈക്ലിംഗ് പ്രോസസ്സ് ഇതുവരെ ആയിരിക്കണം നമ്മളെ ഒരു മാക്സിമം നോക്കുക. ഈ ഒരു സൈക്ലിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ വേറെ ഏതെങ്കിലും പെയർ ചൂസ് ചെയ്യാം. നമുക്ക് ഈ ഒരു മന്ത്ലി ടു മന്ത്ലി നിങ്ങൾ ആകെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സൈക്ലിംഗ് ഉണ്ട്, ഇതേപോലെ ഈ ഒരു മന്ത്ലി സൈക്ലിംഗ് കാണാൻ പറ്റേണ്ട ഒരു 3-4 മാക്സിമം 4 പേരിലൊന്നും കൂടുതൽ നമുക്ക് റിസ്ക് മാനേജ്മെന്റ് ശരിയാണെന്നുണ്ടെങ്കിൽ 4 പേരിലൊന്നും കൂടാൻ പാടില്ല. സോ ആ ഒരു രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു 3-4 പെയർ ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ഒരു മന്ത്ലി സൈക്ലിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ വേറൊരു പെയർ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഹയർ ടൈം ഫ്രെയിമും ലോ ടൈം ഫ്രെയിമും എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് നോക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് വിശ്വസിക്കാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മളെ എൻട്രി മോഡൽസ്, SL, TP, ബ്രേക്ക് ഈവൻ, റിസ്ക് മാനേജ്മെന്റ്, പിന്നെ കുറച്ച് ടിപ്സ് ഉണ്ട്. നമുക്ക് നല്ല ക്വാളിറ്റി സെറ്റപ്സ് കിട്ടാനുള്ള കുറച്ച് ടിപ്സ് ഉണ്ട്. അപ്പൊ ഒരു 2-3 വീഡിയോസിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മാക്സിമം റീവാച്ച് ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ആക്കുക.